കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 31 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെപ്പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണ് അവർ. എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ, അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അനുകരിക്കാവുന്ന നല്ല കാര്യങ്ങളുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് റോബർട്ട് ബെല്ലാർമിൻ. വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അഭിഷേകമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കവരെ അനുകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അനുകരിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാവും. റോബർട്ട് ബെല്ലാർമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഭക്തനായിരുന്നു, വിശുദ്ധനായിരുന്നു, സമർത്ഥനായിരുന്നു. ഈ 3 കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന കാര്യങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും, സുഹൃത ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥാനം ജീവിതത്തിൽ കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സുഹൃതങ്ങൾ അഭ്യസിച്ചു, പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു. ഇതെല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ്, ദി ആർട്ട് ഓഫ് ഡൈയിങ്, മരണം എന്ന കല. ആർട്ട് ഓഫ് ഡൈയിങ് ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. മരണത്തെ ഭയപ്പെടുന്നതും അതുപോലെ തന്നെ മരണം അംഗീകരിക്കാതിരിക്കുന്നത്. നമ്മുടെ തന്നെയാണേലും നമ്മുടെ മറ്റുള്ളവരുടെ ആണേലും അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ കാണാൻ പറ്റും. ശരിക്കും ഈ ആർട്ട് ഓഫ് ഡൈയിങ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മളെപ്പോഴും മരണത്തിന് ഒരുങ്ങിയിരിക്കണം. പ്രായമൊന്നും നോക്കണ്ട. ഇപ്പം നല്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും ഈ ആരോഗ്യം എപ്പം വേണേലും പോകാം, മരണം എപ്പം വേണേലും വരാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മരണത്തിന് ഒരുങ്ങിയിരിക്കണം എന്നുള്ള ആ ഒരു സന്ദേശം, ഈ ഒരുക്കം ഈ പുസ്തകം എഴുതിയ റോബർട്ട് ബെല്ലാർമിനുണ്ടായിരുന്നു. എപ്പം വേണേലും മരിക്കാൻ റെഡി എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഈ വിശുദ്ധൻ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ഒരു വചനഭാഗമാണ് എന്ന് കേട്ട നിങ്ങൾക്ക് മനസ്സിലായി. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കും? ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, അവർ കരഞ്ഞില്ല. ഞങ്ങൾ കുഴലൂതി, അവർ നൃത്തം ചെയ്തില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് പറയുന്ന കുട്ടികളെപ്പോലെ. ഒരു പക്വത പ്രാപിക്കാത്തവരുടെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാലോ, ചില സ്ഥലങ്ങളിലൊക്കെ ഒരാൾ വേണമെങ്കിൽ കുഴലൂതുമ്പോൾ ബാക്കിയുള്ളവരവിടെ കിടന്ന് നൃത്തം ചെയ്യുന്നത്, വേണമെങ്കിൽ ഒരു കുരങ്ങനായിരിക്കാം, നൃത്തം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു ആഘോഷത്തിൻ്റെ ഒരു സൂചനയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വിലാപഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് വിലപിക്കുന്ന, പ്രത്യേകിച്ച് ശവസംസ്കാര വേളകളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നതാണ്. ശരിക്കും നമുക്ക് ഈ 2 കാര്യങ്ങളിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠമുണ്ട്. രണ്ടും നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് സഭയിൽ കുമ്പസാരമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്. എല്ലാ ദിവസവും
വിശുദ്ധ ബലി അർപ്പിച്ച് അതിൽ പങ്കുചേരുന്നവരാണേലും എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്നൊന്നുമില്ല. ചില വിശുദ്ധർ ഒരു ദിവസം 2 കുർബാന അർപ്പിച്ചാൽ 2 കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിക്കുമായിരുന്നു. അതാ വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്തെങ്കിലും തെറ്റുകളോ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധീകരിച്ച് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രയത്നം അവരുടെ ഭാഗത്തു നിന്നും ചെയ്തിരുന്നത്. ശരിക്കും കുമ്പസാരം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അനുതാപത്തെ. നമുക്ക് അനുതാപം വളരെ ആവശ്യമാണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം. വിശുദ്ധ ബലി എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആഘോഷം. ശരിക്കും നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ ആഘോഷമാണ് നടക്കേണ്ടത്. ബലിയർപ്പണം ഒരാഘോഷമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കണം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ചാണേലും പറയുമ്പോൾ 2 രീതിയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായിട്ട് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. എനിക്കറിയാം, അവർ ഈ ഉച്ചത്തിലുള്ള സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർ പറയും, എന്തിനാ ഇങ്ങനെ പന്തക്കുസ്തുകാർ കിടന്ന് ചാടും പോലെ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ്. ശരിക്കും സങ്കീർത്തനം 66:1 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂവാസികളെ, ഭൂമിയിൽ വസിക്കുന്നവരെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക. നിങ്ങളെല്ലാവരും ആർപ്പ് വിളിച്ചിട്ടില്ലെങ്കിലും വിളിക്കുന്ന കേട്ടിട്ടെങ്കിലും ഉണ്ടല്ലോ. അതേ ചെറിയ സ്വരത്തിലാണോ ആർപ്പ് വിളി? അല്ല. ഭൂവാസികളെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ മുറിയിൽ കടന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പറിച്ചിട്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. രണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, 2 പ്രാർത്ഥനാ രീതിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഘോഷണത്തിൽ ഊന്നിപ്പറഞ്ഞൊരു കാര്യം, അനുദപിക്കുക, തെറ്റുതിരുത്തുക, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളിലേക്ക് തിരിച്ചു വരിക, നന്മ ചെയ്യാനായിട്ട് നിങ്ങൾ ശീലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വൃക്ഷങ്ങൾക്ക് കോടാലി വയ്ക്കപ്പെട്ടിട്ടുണ്ട്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും എന്ന് പറഞ്ഞാൽ, നമുക്ക് അനുതാപമുണ്ടായി ആത്മീയ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അപകടം എന്നുള്ളതാണ് അതിൻ്റെ സൂചന. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പ്രഭാഷണം. അവിടെ എന്തായിരുന്നു? മലയിലെ പ്രസംഗം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ശരിക്കും പറഞ്ഞാൽ അതൊരു ആഘോഷത്തിൻ്റെ മൂടാണ്. സ്നാപക യോഹന്നാൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു അനുതാപത്തിൻ്റെ ഒരു മൂടാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം 12 മുതൽ വായിച്ചാൽ, ഇനിയെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ എൻ്റെ പക്കലേക്ക് തിരിയുക, അങ്ങനെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യും. അത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം നിങ്ങളെപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതുപോലൊരു ആഘോഷമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് 2 രീതിയിലുള്ള പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ. അധ്വാനവും പ്രാർത്ഥനയും ഒന്നിച്ചു പോകേണ്ടതുപോലെ, പ്രാർത്ഥനയും ശുശ്രൂഷയും ഒരുമിച്ച് പോകേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവോട് നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.